ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PG's വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പറക്കും ചിക്കനാണ്. വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പറക്കും ചിക്കൻ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനൊരു ഉരുളി കെട്ടി തൂക്കി അതിൽ കനലിട്ടിട്ടാണ് പറക്കൻ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഉരുളി ഒന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഇതിലേക്ക് ആവശ്യമായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് എല്ലാ വശത്തും വരഞ്ഞു കൊടുക്കാം. നമ്മുടെ മസാല എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഉൾഭാഗത്ത് ഞാനൊരു ഉള്ളി വെക്കുന്നുണ്ട്. കുറച്ച് മല്ലി പുതിന ഇല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പുറം ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മളിതിൻ്റെ ഉള്ളിക്കട ഒരു മുളവടി കുത്തി കെട്ടുന്നുണ്ട്. അത് നമ്മുടെ ചിക്കൻ ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നൂൽക്കമ്പി ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനി നമുക്ക് ഒരു 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ തൂക്കിയിടാനുള്ള കമ്പി ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിലേക്കാണ് ചിക്കൻ മുളവടിയിൽ കോർത്തിടുന്നത്. ഞാൻ കുറച്ച് കരി എടുത്തിട്ടുണ്ട്. ഈ കരിയാണ് നമ്മൾ കനലാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കനലാക്കിയെടുക്കണം. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് തൂക്കിയിടാം. ചിക്കൻ്റെ മേൽഭാഗത്തൊക്കെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. കനലിന് നല്ല ചൂടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായി വെന്ത് വരണം. ചിക്കൻ ഏകദേശം പറക്കും ചിക്കൻ പോലെ തന്നെ ഉണ്ട്. മേൽഭാഗത്തൊക്കെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ചിക്കനിൽ നിന്ന് നെയ്യൊക്കെ നന്നായി ഉറ്റി വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. മേൽഭാഗമെല്ലാം കണ്ടാലറിയാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. കനലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. നല്ല ചൂടാണ് കനലിന്. ഒന്ന് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗം ഒരേപോലെ വെന്ത് വരണം. ചിക്കൻ്റെ മേൽഭാഗത്തൊക്കെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നെയ്യൊക്കെ ഉറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറോളം ഞാൻ ചിക്കൻ വെച്ചിരുന്നു. ഇനി ഇതൊന്ന് ഇലയിലേക്ക് മാറ്റി നമുക്കിതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചിക്കൻ്റെ കാലൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഉൾഭാഗം എല്ലാം വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ഡ്രൈ ആയിട്ടുമുണ്ട്. അപ്പോൾ നല്ല കനൽ വേണം. നല്ല കനലുണ്ടെങ്കിൽ മാത്രമേ പുറം ഭാഗം നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനിയും കാണാം. ബൈ.